ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുറക്കുന്ന തന്നെ കാണിക്കുന്നത് രാധയുടെ അമ്മ മാലനെ കാണിച്ചുകൊണ്ടാണ്. മാല വളരെയധികം ദേഷ്യത്തിലാണ്. അവൾ കുറേ പാത്രങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ എറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ മാലയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, നീ എന്താണ് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട്. പക്ഷേ മാല അദ്ദേഹത്തെ വഴക്ക് പറയാനിട്ടും മിണ്ടാതിരുന്നു, ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ രാധ വീട്ടിലെത്തുന്നുണ്ട്. രാധ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് കാശ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ രാധയുടെ അച്ഛൻ്റെ കണ്ണ് മൊത്തം ആ കാശിലാണ്. ശേഷം മോളെ, അമ്മയ്ക്ക് എന്തോ ദേഷ്യമാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ദേഷ്യമോ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് മാല വരുന്നുണ്ട്. മാല പറയണം, എടി നീ ഇത്രയും ദിവസം ഓരോ കാശുണ്ടാക്കിയതൊക്കെ ചിലവാക്കിയത് ആ വിക്രമിന് വേണ്ടിയാണ്. ഇപ്പോൾ വീണ്ടും കാശുണ്ടാക്കിയിട്ട് ചിലവാക്കാൻ പോകുന്നത് അവനെ പുറത്തിറക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായും. ഇനി നീ അതിന് നിൽക്കരുത്. ഒരു കാരണവശാലും നീ അവനിക്ക് വേണ്ട ഒരു കാര്യം ചെയ്യരുത്. അവൻ്റെ ജീവിതം എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിലാണ്. കാരണം മൊഴി കൊടുക്കുന്നത് അവൻ്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് നീ അവനെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് ഉള്ള കാശും കൂടെ കളയരുതെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇനി എങ്ങനെ നീ അങ്ങനെ കാശ് കളയുകയോ അവനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയായിരിക്കില്ല പ്രതികരണം എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെട്ടിട്ട് മാല അവിടുന്ന് പോകുന്നുണ്ട്. ശേഷം രാധ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല കേട്ടോ. ശേഷം രാധ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ രാധയുടെ അച്ഛൻ വന്നിട്ട്, മോളെ ഇത്രയും കാശുണ്ടല്ലോ, അച്ഛനിക്കൊരു 500 രൂപ തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ അച്ഛൻ്റെ പോക്കറ്റിൽ കാശിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ വിചാരിച്ച കാര്യം എന്തായാലും നടക്കും, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണ്. വേദ വളരെയധികം സങ്കടപ്പെട്ടിട്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ അങ്ങോട്ട് സുധാകരൻ മാഷ് വരുന്നുണ്ട്. സുധാകരൻ മാഷോടപ്പോൾ വേദ പറയണം, അച്ഛാ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, മൊഴി ഞാൻ മാറ്റി പറയണോ അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീ എന്താ ഇങ്ങനെ പറയാൻ കാരണം, എന്താ നിനക്ക് ഇങ്ങനെ തോന്നാൻ ഇപ്പോൾ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ പറയാണ്, ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു മൊഴി കാരണം ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് അമ്മയാണ്, കമലാമ്മ. കാരണം അമ്മ ഭക്ഷണം പോലും കഴിക്കുന്നില്ല. നേരെ ശ്രീജിച്ച് എത്ര നിർബന്ധിച്ചാലും ഒരു പേരിന് മാത്രം 1 വായോ 2 വായോ കഴിച്ച് മതിയാക്കുകയാണ്. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും ഈ എന്നെ തന്നെ കുറ്റം പറയാമെന്ന് പറയണം. അപ്പോൾ ഈ ഒരു ടൈമിൽ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, അവൾ അമ്മയില്ലേ, അവൾക്ക് ആ ഒരു വേദന ഉണ്ടാകും, അതെന്തായാലും ആരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല. പക്ഷേ നീ ചെയ്യുന്നത് വളരെ വലിയൊരു തീരുമാനമാണ്. കാരണം വിക്രം പുറത്ത് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയും, അവൻ്റെ പ്രവൃത്തിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നെല്ലാം എന്നെ വിശ്വസിപ്പിച്ച നീ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിക്രമിന് എന്തായാലും മാറ്റം സംഭവിക്കുന്നത് ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നീ ഇനി അത് മാറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ വീണ്ടും തിരിച്ചു പോകുന്നത് ശ്രീനിവാസിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് അവനിക്ക് യാതൊരുവിധ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. നീ ചെയ്യുന്ന തീരുമാനം തന്നെയാണ് വലുതെന്ന് പറഞ്ഞിട്ട് വേദയെ ഒന്നും കൂടെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേട്ടോ സുധാകരൻ മാഷ്. മാത്രമല്ല അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വേദ പറയണം, അതേ അച്ഛൻ പറഞ്ഞാൽ ശരി തന്നെയാണ്. ഇപ്പോൾ ജയിലിൽ പഴയ പോലെയല്ല, വിക്രമിനെ നേരാക്കാനുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ സുധാകരൻ മാഷ് വീണ്ടും പറയാണ്, പക്ഷെ എനിക്ക് ചെറിയ ടെൻഷൻ എന്ന് പറയുന്നത് ഇനി അവൻ അടിച്ച ആ പയ്യന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനിക്ക് വലിയ ശിക്ഷയായിട്ടത് മാറില്ലേ എന്നാണെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, അതൊക്കെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് വെച്ചാൽ ആ ചെക്കൻ ഇപ്പോൾ അപകട നിലയൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വക്കീലിൽ വെച്ച് വീണ്ടും വാദിക്കാം. അപ്പോൾ അത് കഴിയുമ്പോൾ വിക്രമിനെ പുറത്തിറക്കാൻ നമുക്ക് പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി മോളെ എന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷ് അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയ്ക്ക് സുധാകരൻ മാഷിൻ്റെ വാക്കുകളെല്ലാം തന്നെ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസമല്ല, അന്ന് രാത്രി നമ്മുടെ കമലാമ്മ കിടക്കുകയാണ്. കമലാമ്മ കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. വിക്രമിനെ പോലീസുകാർ ഇങ്ങനെ കൊണ്ടുപോവാണ് ഒരു സ്ഥലത്തേക്ക്, വായു എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന പോലത്തുള്ള ഒരു, അതായത് കയ്യിൽ കത്തി കൊടുത്തിട്ട് പോലീസുകാരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. അങ്ങനെ വിക്രം മരിച്ച് വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ട് കമലാമ്മ ഷോക്കായിട്ട് എഴുന്നേൽക്കുകയാണ് കേട്ടോ. ശേഷം കമലാമ്മ പറയുന്നുണ്ട്, മാഷേ എൻ്റെ മോനെ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യും ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് പറയാണ്, ഒന്നും സംഭവിക്കില്ല, അവനുള്ളത് ഗുണ്ടന്മാരുടെ കൂടെയൊന്നുമല്ല, പോലീസ് സ്റ്റേഷനിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാസവൻ്റെ ആൾക്കാർ അവന് പോലീസ് സ്റ്റേഷനിൽ വെച്ചാലും കൊല്ലില്ലെന്ന് ചോദിക്കുമ്പോൾ സുധാകരൻ മാഷ് പറയാണ്,
ഒരിക്കലുമില്ല. അതൊരു MLA ആണ്. എന്ത് സംഭവിച്ചാലും വിക്രമിനോട് വെച്ച് എന്ത് സംഭവിച്ചാലും അത് MLAൻ്റെ നേരെ തിരിയുള്ളൂ എന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും വാസവന് നേരെ തിരിയുകയും ചെയ്യും. അതുകൊണ്ട് നിൻ്റെ മോനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല വേദ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമെന്ന് പറയുമ്പോൾ തന്നെ കമലാമ്മ ചെവി പൊത്താണ് കേട്ടോ പറയണം. അവളുടെ പേര് ഉച്ചരിച്ച് പോകരുതും. നിങ്ങൾ അവൾക്ക് വേണ്ടി വല്ലാത്തധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സമയം നിങ്ങൾക്ക് അവളെ കാണുന്നത് പോലെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ പക്ഷെ നിങ്ങൾക്ക് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ ആയ അവസ്ഥ എന്ന് പറയണം. നീ എന്താണ് പറഞ്ഞത്? ആരാണ് ശത്രു? വിക്രമാണോ എൻ്റെ ശത്രു? ഞാൻ എത്രയധികം സ്നേഹിക്കുകയും അത്രയധികം ലാളിക്കുകയും എപ്പോഴും നന്നായിരിക്കണം കരുതുകയും ചെയ്ത മോനാണ് വിക്രം. അവരെ ഞാൻ ഒരിക്കലും നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടിട്ടില്ല. അവരുടെ ജീവിതം നന്നാവാൻ വേണ്ടി കൂടെയാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ നമ്മുടെ കമലാമ്മ തയ്യാറല്ല കേട്ടോ. കമലാമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ശരി, നീ എന്ത് വേണമെങ്കിലും ആവാം, നിനക്ക് എന്നെ കുറ്റപ്പെടുത്താം, എന്ത് ചെയ്യാം, പക്ഷേ ഇതിനെല്ലാം എന്താണ് ഉത്തരമെന്ന് നീ പിന്നീട് മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശങ്കരൻ നാരായണൻ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ എന്നാണില്ലേ വിക്രമിൻ്റെ കേസ് എന്ന് പറയുന്നുണ്ട്. അത് ഇന്ന് തന്നെയാണെന്ന് പറയണം. അപ്പോൾ ഈ ഒരു ടൈമിൽ മുത്തശ്ശി പറയണം, ഒരാളോടുള്ള ദേഷ്യം തീർക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കരുതെന്ന് പറയാണ്. അമ്മ കാര്യമാണ് പറയുന്നത്. ഞാൻ പോകുന്നത് കോടതിയിലേക്കാണ്. അവിടെ നീതിന്യായത്തിന് മാത്രമേ ഉത്തരം പറയേണ്ടതുള്ളൂ. പകയും വിദ്വേഷത്തിനൊന്നും ഉത്തരം പറയേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല വേദ ഇപ്പോൾ എടുത്തിരിക്കുന്ന നല്ലൊരു തീരുമാനമാണ്. കാരണം തെറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. അത് ദൈവത്തിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ വേദ ഇപ്പോൾ എടുത്തത് നല്ലൊരു തീരുമാനം തന്നെയാണെന്ന് ശങ്കരൻ നാരായണൻ പറയുന്നുണ്ട്. ശേഷം ശങ്കരൻ നാരായണൻ അങ്ങനെ കോടതിയിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ പോലീസുകാർ കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ശ്രീനിവാസനും കൂട്ടരും എല്ലാവരും തന്നെ അവിടെയുണ്ട്. അവർ നമ്മുടെ വിക്രമിനോടായിട്ട് പറയണം, 2 ദിവസം സമയം കിട്ടുകയുള്ളൂ, അതുകൊണ്ട് ഏറ്റവും നല്ല വക്കീലിനെ കിട്ടിയില്ല എന്ന് പറയണം. അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം പറയണം, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഏതായാലും സാരമില്ല, ഏതായാലും ജഡ്ജ് പറയാനുള്ളത് പറയട്ടെ, എനിക്ക് യാതൊരു പേടിയുമില്ല എന്ന് പറയുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.